എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ജൂൺ മാസത്തെ പെൻഷൻ വിതരണം 24-ാം തീയതി മുതലാണ് ആരംഭിച്ചത്. 25-ാം തീയതിയൊക്കെ സജീവമായിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തി. കേന്ദ്ര വിഹിതം ലഭിക്കുന്ന ആളുകൾക്ക് 300, 200, 500 രൂപയുടെയൊക്കെ കുറവുണ്ട്. ആ ഒരു തുക ഉടനെ ലഭിക്കുന്നതാണ്. ഒരാഴ്ചക്കുള്ളിൽ ആ ഒരു തുക എത്തിച്ചേരുന്നതാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത്. വീടുകളിൽ വിതരണം ചില സ്ഥലങ്ങളിൽ ആരംഭിച്ചിട്ടുണ്ട്. വ്യാഴാഴ്ച ദിവസം ട്രഷറിയിൽ നിന്നും പണം ലഭ്യമായിട്ടുള്ള സർവീസ് സഹകരണ സംഘങ്ങളിലാണ് ഇപ്പോൾ വീടുകളിൽ പെൻഷൻ വിതരണം ആരംഭിച്ചിട്ടുള്ളത്. അല്ലാത്ത ആളുകൾക്ക് തിങ്കളാഴ്ച മുതലായിരിക്കും വീടുകളിൽ പെൻഷൻ വിതരണം ആരംഭിക്കുക. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ പെൻഷൻ വിതരണം സജീവമായിട്ട് നടക്കും. 3-ാം തീയതിക്കുള്ളിൽ സംസ്ഥാനത്തെ മുഴുവൻ വീടുകളിലും ക്ഷേമ പെൻഷൻ വിതരണം പൂർത്തീകരിക്കുന്നതാണ്. ഇപ്പോൾ ക്ഷേമ പെൻഷൻ വിതരണം സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. വിധവാ അവിവാഹിത പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് ജൂൺ 30-ന് മുമ്പ് പുനർവിവാഹിതയല്ല എന്ന സർട്ടിഫിക്കറ്റ് നൽകണം. അതായത് മാർച്ചിൽ മുമ്പ് നൽകിയിട്ടുള്ളവർ ഇപ്പോൾ വീണ്ടും നൽകേണ്ടതില്ല. അന്ന് നൽകാത്തവരാണ് ഇപ്പോൾ നൽകേണ്ടത്. വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടപ്പോൾ നൽകാത്തവർ മാത്രമാണ് നൽകേണ്ടത്. 2019 ഡിസംബർ 31-ന് മുമ്പ് പെൻഷൻ അനുവദിച്ച് കിട്ടിയിട്ടുള്ളവർ മാത്രമാണ് നൽകേണ്ടത്. 2020 ജനുവരി മുതൽ പെൻഷൻ ലഭിച്ച് കിട്ടിയിട്ടുള്ളവർക്ക് വരുമാന സർട്ടിഫിക്കറ്റിന്റെ ആവശ്യവും ഇല്ല. അപ്പോൾ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾ ഈ കാര്യം പൂർണ്ണമായിട്ടും മനസ്സിലാക്കുക. അടുത്ത പെൻഷൻ ജൂലൈ 23-ന് ശേഷമായിരിക്കും ഉണ്ടാകുക. ജൂലൈ 21-ന് കടമെടുപ്പ് ഉണ്ടാകും. ജൂലൈ 22, 23 ഒക്കെ ആകുമ്പോഴേക്കും ഉത്തരവ് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. 23, 24, 25 തീയതികളിലായിട്ട് തുക വിതരണം നടക്കും. ഈ വർഷത്തെ മസ്റ്ററിംഗ് നടക്കേണ്ട സമയമാണ്. കഴിഞ്ഞ വർഷമൊക്കെ ജൂലൈ, ഓഗസ്റ്റ് സമയത്തിലാണ് മസ്റ്ററിംഗ് നടന്നിരുന്നത്. ഇതുവരെ മസ്റ്ററിംഗ് പ്രഖ്യാപിച്ചിട്ടില്ല. സർക്കാർ മാറുന്ന ഒരു താമസം ഉണ്ടായിരുന്നു. അപ്പോൾ അത് പുതിയ മസ്റ്ററിംഗ് ഉണ്ടാകും. അപ്പോൾ മസ്റ്ററിംഗ് ഇപ്പോൾ ഉണ്ടാകുമോ ഇല്ലേ എന്നൊക്കെ കൃത്യമായിട്ട് വ്യക്തമാവേണ്ടതുണ്ട്. നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ 100 ദിന കർമ്മ പദ്ധതി ജൂലൈ 1 മുതൽ ആരംഭിക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷമാവാനാണ് സാധ്യത. എന്തായാലും അതെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. കൃത്യമായിട്ടുള്ള അറിയിപ്പുകൾ ലഭിച്ചാൽ നമ്മുടെ ചാനലിലൂടെ അറിയിക്കുന്നതാണ്. മറ്റൊന്ന് മുഖ്യമന്ത്രിയുടെ വാക്കുകളാണ്. മുഖ്യമന്ത്രി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്, അതും കൂടി ഒന്ന് കേൾക്കുക. അപ്പോൾ പെൻഷന്റെ അർഹതാ മാനദണ്ഡ പരിശോധനകളിൽ ഇളവ് വരും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ പെൻഷൻ നമ്മുടെ സംസ്ഥാനത്ത് സജീവമായിട്ട് വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. വീടുകളിൽ പെൻഷൻ ലഭിച്ചിട്ടുള്ള ആളുകൾ താഴെ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ നമുക്ക് കാണാം.